ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ക്രോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് യൂസ്ഡ് ബൈക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. പയ്യന്നൂരിലുള്ള കണ്ടോത്തിനടുത്തുള്ള ഒരു ആപ്പോ എന്ന് പറഞ്ഞ യൂസ്ഡ് ബൈക്ക് ഷോറൂമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ യൂസ്ഡ് ബൈക്കും കാര്യങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പയ്യന്നൂരിൽ നിന്ന് നമ്മൾ കാസർഗോഡേക്ക് പോകുന്ന ഹൈവേ ഉണ്ടല്ലോ, ഹൈവേയിൽ കണ്ടോത്ത് എത്തുന്നതിന് മുമ്പേ ദിനേശ് ഭവൻ ഉണ്ട്. അതിന് തൊട്ടടുത്താണ് ആപ്കോ എന്ന് പറഞ്ഞ നമ്മുടെ യൂസ്ഡ് ബൈക്ക് ഷോറൂം വരുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ യൂസ്ഡ് ബൈക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. വളരെ വില കുറച്ചിട്ട് നമുക്ക് ആദായകരമായ രീതിയിൽ യൂസ്ഡ് ബൈക്ക് വാങ്ങാൻ ഇവിടുന്ന് സാധിക്കും. നമുക്ക് ആപ്കോരെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാവുന്നത്. ഇതിപ്പോൾ പയ്യന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഈ തൊട്ടടുത്ത് ദിനേശ് ഭവൻ, അത് ദിനേശ് ഭവൻ ഇവിടെയാണ് വരുന്നത് ലൊക്കേഷൻ. ഇവിടെ ഒരു ചെറിയൊരു അറ കാണും. അതിൻ്റെ ഉള്ളിലോട്ട് നേരെ ഒരു ചെറിയൊരു റോഡുണ്ട്. ഇതിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആപ്കോ എന്ന് പറഞ്ഞ ഷോപ്പ് കാണാം. ഇവിടെ യൂസ്ഡ് ബൈക്ക് ആണ് മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആപ്കോരെ ഉള്ളിലേക്ക് നോക്കാം. ഇഷ്ടം പോലെ യൂസ്ഡ് ബൈക്ക് ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ ഇവർ സെല്ല് ചെയ്യുന്നത് സ്കൂട്ടിയാണ്. സ്കൂട്ടി ആദ്യം പരിചയപ്പെടാം നമുക്ക്. നമുക്കെന്നാ ദാമോരാട്ടം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ബൈക്ക് കാര്യങ്ങളെല്ലാം പരിചയപ്പെട്ടാലോ. ആദ്യം നമുക്ക് സ്കൂട്ടി നോക്കാം. അല്ല, ഇത് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്കൂട്ടിയുടെ എപ്പിസോഡാണ്. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു എൻ്റെ ബൈക്കിൻ്റെ എപ്പിസോഡ് മാത്രം ചെയ്യുന്നത്, നമ്മൾ സ്കൂട്ടിയുടെ നല്ലോണം ഇല്ലൊരു കളക്ഷൻ ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങളെ ഷോപ്പ് കണ്ടത്. നിങ്ങളെ ഷോപ്പിൽ വളരെ വിലക്കുറവിൽ സ്കൂട്ടി കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. നമുക്ക് നോക്കാമല്ലോ എന്നാൽ സ്കൂട്ടി. ഓക്കെ, ഇതേതാ ബൈക്ക് വരുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത്? ഹോണ്ട ആക്റ്റീവ മോഡൽ 2017 മോഡൽ. വില എത്ര ചോദിക്കുന്നത്? 37 രൂപ. അടുത്ത വണ്ടി ഏതാണ്? അടുത്ത വണ്ടി ടിവിഎസിന്റെ ജൂപ്പിറ്റർ ക്ലാസിക്. ടിവിഎസിന്റെ ജൂപ്പിറ്റർ അല്ലേ? ക്ലാസിക് ജൂപ്പിറ്റർ ക്ലാസിക്. ഇത് ഏത് വർഷം മോഡൽ വരുന്നത്? 2017 മോഡൽ. വില എത്ര വരുന്നത്? 44 വരുന്നത്. ഇനി അടുത്ത വണ്ടി നോക്കാം. ഇത് ഹോണ്ടയുടെ ആക്റ്റീവ അല്ലേ? കളർ വൈറ്റ്. ഏതാ മോഡൽ വരുന്നത്? 2017. ഓക്കെ. ഇതിന് എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? 34. ഓക്കെ. ഇനി അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോവാം. ഇതേതാണ് വരുന്നത് വണ്ടി? യമഹയുടെ ആൽഫ എന്ന് പറഞ്ഞ ബൈക്കാണ് വരുന്നത്. 2014 മോഡൽ. ഇതിന് എത്ര പ്രൈസ് വരുന്നത്? 24 ഇല്ലു അല്ലേ? നല്ല കണ്ടീഷൻ വണ്ടിയല്ലേ? ടയറും കാര്യങ്ങളെല്ലാം. ഞങ്ങൾക്കൊരു കാര്യം, വർഷാപ്പും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് ഇത് കണ്ടീഷൻ ആക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇനി അഥവാ സ്റ്റാർട്ടിങ്ങോ മറ്റുള്ള പ്രോബ്ലങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ചെയ്യാം. നമുക്ക് തന്നെ റെഡിയാക്കി കൊടുക്കാൻ കാര്യമില്ല. ഓക്കെ. എല്ലാം റെഡിയാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് തരും വണ്ടി. അതെ, ഒന്നും പ്രശ്നമില്ല. കണ്ടീഷൻ വണ്ടിയായിട്ടേ നിങ്ങൾ കൊടുക്കൂലോ. അങ്ങനെയാണ് നിങ്ങളെ ഒരു പോളിസി എന്ന് പറയുന്നത്. നമ്മളെ കമ്പനി വരുന്ന ആപ്കോ. ABCO. കുറെ നാളായി ഇത് കമ്പനി തുടങ്ങിയിട്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 7 കൊല്ലം. 7 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. അത്രയും സെല്ലിങ്ങും ആയിട്ടുണ്ടാവല്ലേ നിങ്ങളെ സാധനങ്ങളൊക്കെ? അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ബൈക്കെല്ലാം അവൈലബിൾ ആയിരിക്കും ഏത് സമയത്തും എനിക്ക് ഉറപ്പായി. അപ്പോൾ സംഭവം ഇത് ഏത് ബൈക്കാണ് അടുത്ത് നോക്കുന്നത്? ഹോണ്ട ആക്റ്റീവ 2016 മോഡൽ അല്ലേ? ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഞങ്ങൾ ചോദിക്കുന്ന 19 രൂപ. ഇതേത് വണ്ടി വരുന്നത്? ജൂപ്പിറ്റർ 2015 മോഡലാന്ന് തോന്നുന്നു അല്ലേ? ഇത് സെയിലായ വണ്ടിയാണ്. എന്നാ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ല. അടുത്ത വണ്ടിയിലേക്ക് പോവാ. അടുത്ത വണ്ടി ഏതാ നോക്കുന്നത്? സുസുക്കി ആക്സസ് 125 അല്ലേ? നല്ല കണ്ടീഷൻ വണ്ടിയാണ് അല്ലേ? കുഴപ്പമൊന്നുമില്ല. നമ്മൾ വണ്ടി എടുത്ത് അങ്ങ് ഓടിച്ചു പോകും, അത്ര ഇല്ലു അല്ലേ? വേറെ സർവീസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല.
സർവീസ് ചെയ്ത് വെക്കുന്നതാണ്. ഓ, സർവീസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതിന് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? മോഡൽ 2012. ആ, 16 റുപ്യ. ആ, സുസുക്കി ആക്സസ് അല്ലേ? ആ, ഓക്കെ. എന്നാൽ അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇതേതാ വരുന്നത്? ഹോണ്ട ആക്റ്റീവ മോഡൽ 2017. 2017. ആ, ഇതിന് എത്ര? 39. ഈ വണ്ടി നോക്കാം അല്ലേ നമുക്ക്? ഇതേതാ വരുന്നത് വണ്ടി? സ്ട്രീക്ക് എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ്. ഓ, സ്ട്രീക്ക്. ആ, ഇതിന് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? 2013 മോഡൽ. 2013 മോഡൽ അല്ലേ? 18 രൂപ. ആ, ഓക്കെ. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഉണ്ടാവുക? ആ സമയത്തിന്റെ സാഹചര്യം അനുസരിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും. ഓക്കെ. ഇത് അടുത്ത വണ്ടി ഏതാണ് വരുന്നത്? ആ, ജൂപ്പിറ്റർ ക്ലാസിക്. ഇതിന് എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? 2017 മോഡൽ. 42 രൂപ. 17 മോഡലായതുകൊണ്ട്. ഇതിലെ എല്ലാം നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് അല്ലേ? ടയർ കാര്യങ്ങളെല്ലാം നല്ല പുതിയ ടയറാണ്. ഓക്കെ. ഏകദേശം ഇവിടെ ഇല്ല വണ്ടിക്കെല്ലാം നല്ല ടയറും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയെടുത്തോളം അങ്ങനെ കാണുന്നത്. ഇത് ഇവിടെ നോക്കി അങ്ങനത്തോളം നോക്കിക്കോ, എല്ലാം നല്ല ടയറാണ് അല്ലേ? അതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഏതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്? ടി വി എസിന്റെ ജൂപ്പിറ്റർ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ അല്ലേ? നല്ല കണ്ടീഷൻ വണ്ടിയാണ് അല്ലേ? 2015 മോഡൽ അല്ലേ? എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ഇതിന്? 28 ആണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ സ്കൂട്ടിക്കാണ് ചോദിക്കുന്നത്. അതാണ് ഞാനൊരു എപ്പിസോഡ് സ്കൂട്ടിയുടെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. അടുത്തത് ഏത് വണ്ടിയാണ് നോക്കുന്നത്? ഹോണ്ട ആക്റ്റീവ അല്ലേ? 2014 മോഡൽ. വില 22,000. ടയർ കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ് അല്ലേ? എൻജിൻ കണ്ടീഷനിൽ നല്ല പക്ക കണ്ടീഷനിലായിരിക്കും അല്ലേ? നിങ്ങൾ പിന്നെ ഇവിടെ നിങ്ങൾക്ക് തന്നെ വർക്ക്ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുക്കാറുള്ളൂ. ഈ വണ്ടി ആവശ്യമില്ലവർ വേണമെങ്കിൽ വന്നിട്ട് കൃത്യമായിട്ട് നോക്കി കണ്ടീഷനാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എടുക്കേണ്ട ആവശ്യമില്ലൂ. അതൊന്നും ഒരു പ്രശ്നവുമില്ല. അവർക്ക് ഓടിച്ചു നോക്കാം. ഒന്നും വിരോധമില്ല. മെക്കാനിക്കിനെ കൂട്ടിയിട്ട് ഇവിടത്തേക്ക് വരുന്നതാണെങ്കിൽ ഇവിടത്തേക്കും വരാം. കൊടുക്കുള്ളൂ. ഓക്കെ. നമുക്കെന്നാ അടുത്ത വണ്ടി നോക്കാം. ഇതേതാ വണ്ടി വരുന്നത്? ഇത് ഹോണ്ടയുടെ ഷൈൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഹോണ്ട ഷൈൻ. ഓക്കെ. ഏതാ മോഡൽ വരുന്നത്? ഇത് മോഡൽ 2010 മോഡൽ. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? 8 രൂപ. ഓക്കെ. ഇനി അടുത്ത വണ്ടി നോക്കാം. ഇതേതാണ് പൾസറിന്റെ ഏത് വണ്ടി വരുന്നത്? പൾസർ 150 അല്ലേ? വണ്ടി ഏതാ നോക്കുന്നത്? ടി വി എസിന്റെ ഫിനിക്സ് എന്ന് പറഞ്ഞ വണ്ടി. ഇത് ഏതാ മോഡൽ വരുന്നത്? മോഡൽ 2013 മോഡൽ. 2013. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 13 റുപ്യ. എന്നാൽ അതിന് അടുത്ത വണ്ടി നോക്കാം. ഇത് സുസുക്കിന്റെ ജിക്സർ. സുസുക്കി ജിക്സർ. ഇതേതാ മോഡൽ വരുന്നത്? 2016. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 30 രൂപ. ജിക്സർ അല്ലേ? ഇത് മറ്റേ ഫിറ്റിംഗ് ഇല്ലാത്ത ടൈപ്പ് മോഡൽ അല്ലേ? 30 റുപ്യ അല്ലേ ചോദിക്കുന്ന പ്രൈസ്? നല്ല വണ്ടിയാണ് അല്ലേ? നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അതിൽ നിങ്ങൾക്ക് പിന്നെ ഇടുന്ന എല്ലാം സാധനം റെഡിയാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. അതെ. ഇത് ഏതാ വണ്ടി വരുന്നത്? ഏതാണ്? മാക്സ് 4R ടി വി എസിന്റെ വണ്ടിയാണ്. 2013. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 13 അല്ലേ? 2013 റുപ്യ. ഓക്കെ. ഇതേതാ വരുന്നത്? ഡിസ്കവർ. ഇനി നോക്കുന്നത് ഡിസ്കവറിന്റെ 2 വണ്ടി ഉണ്ടല്ലേ? ഇത് ഏതാ? 2011 മോഡലാ? 11 മോഡൽ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 12 റുപ്യ. ഓക്കെ. ഇനി അടുത്ത വണ്ടി നോക്കാം നമുക്ക്.
ഡിസ്കറാണ്. അത് രണ്ടും നോക്കി ഏകദേശം ഒരേ പ്രൈസ് ആയിരിക്കുമല്ലോ. ഇനി ഇത് പൾസറിൻ്റെ അല്ലേ 150 അല്ലേ? ഇത് 2013 മോഡലാ? 13 മോഡൽ. ഇതിന് എത്ര പ്രൈസ് വരുന്നത്? 23. ഓക്കെ. ടയർ കാര്യമെല്ലാം കണ്ടീഷനാണ് അല്ലേ? ഇതിൽ എല്ലാ വണ്ടിയിലും ടയർ ഏകദേശം നല്ലതാണ് അല്ലേ? സുസുക്കി ആക്സസ് അല്ലേ? 2012 മോഡൽ. 2012 മോഡൽ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 20 രൂപ. നല്ല വണ്ടിയാണ് അല്ലേ? ടയറും കാര്യമെല്ലാം കണ്ടീഷൻ ടയറാണ് അല്ലേ? വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടിയുടെ ചാകര തന്നെയുണ്ട്. ഇവിടെ സ്കൂട്ടിയാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. സ്കൂട്ടിയുടെ ചെറിയൊരു 16,000 തൊട്ട് മുകളിലോട്ട് സ്കൂട്ടി ഉണ്ട് അല്ലേ ഇവിടെ? നമ്മളെ ആപ്കോ യൂസ്ഡ് ബൈക്ക് സ്കൂട്ടിയുടെ പ്രത്യേകത എന്നാണ്? നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് സ്കൂട്ടീസാണ് സെയിൽ നടക്കുന്നത്. ഇങ്ങോട്ട് വരണമെങ്കിലെ പയ്യന്നൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയിൽ പയ്യന്നൂർ കാസർഗോഡ് റൂട്ടിൽ പെരുമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 200-250 മീറ്റർ ഇങ്ങോട്ട് ഹൈവേയിൽ തന്നെ വന്നാൽ കാസർഗോഡ് റൂട്ട് വന്നാൽ കണ്ടോത്ത് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ അറ കാണും. ചെറിയൊരു അറ. ആ അറേൻ്റെ തൊട്ട ബാക്കിലാണ് ഈ സ്ഥാപനം. അതിലും കൂടുതലായിട്ട് ദിനേശ് ഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, ഗവൺമെൻറ്റിൻ്റെ. അതാണ് നമ്മളെ ഏറ്റവും അടുത്തിലെ കട. ദിനേശ് ഭവന്റെ തൊട്ടടുത്തായിട്ടാണ് നിങ്ങളെ ലൊക്കേഷൻ വരുന്നത്. നല്ല കണ്ടീഷൻ വണ്ടിയായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് കൊടുക്കും. നിങ്ങൾക്ക് തന്നെ വർക്ക്ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മെക്കാനിക്കിനെ വരുന്നവർക്ക് വേണമെങ്കിൽ മെക്കാനിക്കിനെ കൂട്ടി വന്നിട്ട് ചെക്ക് ചെയ്യാം, ഓടിച്ചു നോക്കാം. ഏത് മെക്കാനിക് കാണിക്കാം. എന്നിട്ട് തൃപ്തിയായിട്ട് എടുക്കണ്ടു ഉറപ്പിച്ചിട്ട് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും വിലക്കുറവിൽ നല്ല സ്കൂട്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നല്ലൊരു ഷോപ്പാണ്. പയ്യന്നൂരിൽ തന്നെ ഉള്ളൂ എന്നാണ് പൊതുവെ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം. ഓക്കെ.